ഒരു പ്ലാസ്റ്റിക് ടബിൽ കുറച്ച് എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഒരു ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കനത്തിൽ ഉണങ്ങിയ ചാണകപ്പൊടി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആട്ടിൻ കാട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത കല്ലില്ലാത്ത മണ്ണ് ഡയറക്റ്റായിട്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മണ്ണ് കുഴച്ചിട്ട് ചളിയുടെ പരുവത്തിലാക്കിയിട്ട് നമുക്ക് പാത്രത്തിൽ നിറക്കാവുന്നതാണ്. ഇതാണ് താമരയുടെ ട്യൂബർ. ഇതിൻ്റെ ഗ്രോത്ത് ടിപ്സൊക്കെ വെള്ളത്തിന് മുകളിൽ, മണ്ണിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കിഴങ്ങ് മണ്ണിനടിയിലേക്ക് താഴ്ത്തി വയ്ക്കാം. ഫസ്റ്റ് ടൈമായിട്ട് പ്ലാന്റ് ചെയ്യുമ്പോൾ ചെടി ഉയർന്ന് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കല്ല് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. വെള്ളം നിറയ്ക്കുമ്പോൾ ഒരു പേപ്പർ വിരിച്ചിട്ട് മണ്ണൊന്നും കലങ്ങാത്ത രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെടിയുടെ ഒരു ഇലയെങ്കിലും വെള്ളത്തിന് മുകളിലേക്ക് വന്ന് നിൽക്കണം. പൂർണ്ണമായും ഇലകൾ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഓരോ ദിവസം കഴിയുമ്പോൾ ഇലകൾ മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് വെള്ളം നിറച്ചു കൊടുത്താൽ മതി.